തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ ഡമാസസ് പാപ്പ. ജീവിതകാലം 305 മുതൽ 384 വരെ. ഡമാസസ് പാപ്പ റോമാക്കാരനാണെന്നും സ്പെയിൻകാരനാണെന്നും അഭിപ്രായ അന്തരങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് ഭാര്യയുടെ മരണശേഷമോ അവളുടെ സമ്മതത്തോടുകൂടിയോ വൈദിക പദം സ്വീകരിക്കുകയും വിശുദ്ധ ലോറൻസിന്റെ ദേവാലയത്തിൽ വികാരിയാവുകയും ചെയ്തു. ഡമാസസ് ആ ദേവാലയത്തിൽ ഒരു ഡീക്കനായി ജീവിതം ആരംഭിച്ചു. പിന്നീട് പുരോഹിതനായി. അദ്ദേഹം 352 മുതൽ 366 വരെ തിരുസഭയെ ഭരിച്ചിരുന്ന ലിബേരിയോസ് മാർപ്പാപ്പയെ സേവിക്കുകയും ഒപ്പം വിപ്രവാസം അനുഭവിക്കുകയും ചെയ്തു. ലിബേരിയോസ് മരിച്ചപ്പോൾ ഡമാസസിനെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു. അതേസമയം ഒരു ന്യൂനപക്ഷം ചേർന്ന് ഉർബീനൂസ് എന്നൊരു ഡീക്കനെ പാപ്പായായി നിർദ്ദേശിച്ചു. ഡമാസസും എതിർ പാപ്പായും തമ്മിലുള്ള തർക്കങ്ങൾ 2 ബസിലിക്കകൾ തമ്മിൽ തർക്കത്തിനിടവരുത്തി. മെത്രാൻമാർക്ക് വലിയ ഇടർച്ചയായി. മറ്റു വൈദിക മേലധ്യക്ഷന്മാരെ അപേക്ഷിച്ച് എത്രയും ലളിതമായ ജീവിതമായിരുന്നു ഡമാസസിന്റേത്. ആര്യനിസത്തെയും അപ്പോളിനാരിസത്തെയും മറ്റു പാഷണ്ഡതകളെയും അദ്ദേഹം ഭയങ്കരമായി ഭർത്സിച്ചു. ഡമാസസിന്റെ ഭരണകാലത്താണ് ക്രിസ്തുമതം റോമാ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിതമായത്. പ്രധാന ആരാധനാ ഭാഷ ലത്തീനായിരിക്കണമെന്നും നിശ്ചയിച്ചു. വിശുദ്ധ ജെറോമിന് ബൈബിൾ പഠനത്തിന് നൽകിയ പ്രോത്സാഹനം വുൾഗാത്തയുടെ പ്രസിദ്ധീകരണത്തിന് മാർഗം തെളിച്ചു. അതാണ് ട്രെന്റ് സൂനഹദോസ് പരസ്യോപയോഗത്തിന് അംഗീകരിച്ച വിവർത്തനം. ആന്റി പോപ്പ് ഉർബീനൂസ് 12 കൊല്ലം സഭാഭരണത്തെ ദ്രോഹിച്ചെങ്കിലും ഡമാസസ് പാപ്പയുടെ കാലത്ത് റോമാസഭയുടെ ഖ്യാതി അത്യന്തം വർദ്ധിച്ചു. റോമാസഭയുടെ പരമാധികാരം ഏതെങ്കിലും സൂനഹദോസിന്റെ നിശ്ചയത്തെയല്ല, ക്രിസ്തുവിന്റെ വചനങ്ങളെ തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന് പാപ്പ വ്യക്തമാക്കി. പല രക്തസാക്ഷികളുടെയും ശവകുടീരം അദ്ദേഹം അലങ്കരിച്ചു. പദ്യത്തിൽ ശിലാലിഖിതങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. 18 വർഷവും 2 മാസവും പേപ്പൽ സിംഹാസനത്തെ അദ്ദേഹം അലങ്കരിച്ചു. 384 ഡിസംബർ 10 തീയതി പാപ്പ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. വിചിന്തനം. ഡമാസസിന്റെ സ്മാരകശിലയിലെ ലിഖിതത്തിന്റെ ഒരു ഭാഗം. സമുദ്രത്തിന്റെ മീതെ നടന്ന് പ്രക്ഷുബ്ധ തരംഗങ്ങളെ ശാന്തമാക്കിയവൻ, ഭൂമിയിലെ മൃതബീജങ്ങൾക്ക് ജീവൻ നൽകുന്നവൻ, മരണത്തിന്റെ ശൃംഖലകൾ അഴിച്ച് 3 ദിവസത്തെ അന്ധകാരത്തിനു ശേഷം മർത്തായിക്ക് തന്റെ സഹോദരനെ പുനർജീവിപ്പിച്ചു കൊടുത്തവൻ ഡമാസസിനെ ഉയർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.